അപ്പോൾ കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക് ഫാക്ട്സ് നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യമായിട്ട് ആരാണ് രസതന്ത്രത്തിന്റെ പിതാവ്? അറിയാമോ? ആരാണ്? റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ബോയിൽ. ഇനി എന്താണ് രസതന്ത്രം? രസതന്ത്രം എന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. പദാർത്ഥങ്ങളുടെ രാസസ്വഭാവം, ഘടന, മാറ്റം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് രസതന്ത്രം. രസതന്ത്രത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതാണ്. പദാർത്ഥത്തിന്റെ രാസസ്വഭാവം, ഘടന, മാറ്റം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് രസതന്ത്രം. ഇനി രസതന്ത്രം ഉടലെടുത്ത സംസ്കാരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഏത് സംസ്കാരത്തിൽ നിന്നാണ് രസതന്ത്രം ഉടലെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഇനി രസതന്ത്രം എന്ന വാക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അറബി ഭാഷയിൽ രസതന്ത്രം, അതായത് കെമിസ്ട്രി എന്ന വാക്കിന്റെ ഉത്ഭവത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറബി ഭാഷയിലെ വാക്കായ അൽക്കെമിയ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നത്. അൽക്കെമിയ എന്നതാണ് അറബി വാക്ക്. ആ അൽക്കെമിയ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്ന വാക്കാണ് അൽക്കെമി എന്ന് പറയുന്ന വാക്ക്. കെമിസ്ട്രിയുടെ ആദ്യകാല നാമം അല്ലെങ്കിൽ രസതന്ത്രത്തിന്റെ ആദ്യകാല നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽക്കെമിയാണ്. ഈ അൽക്കെമി എന്ന വാക്ക് വന്നത് അറബി വാക്കായ അൽക്കെമിയ എന്ന വാക്കിൽ നിന്നാണ്. അൽക്കെമിയ എന്ന അറബി വാക്കിൽ നിന്ന് അൽക്കെമി എന്ന പദം വന്നു. അത് പിന്നീട് കെമിസ്ട്രി ആയിട്ട് മാറി. ഓക്കെ, സെറ്റല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് പഠിക്കാം. നമുക്ക് ഇന്ന് മെയിനായിട്ട് ലോഹങ്ങളെ കുറിച്ച് പഠിക്കാം. ലോഹങ്ങളെ കുറിച്ചുള്ള പഠനം മെറ്റലർജിയാണ് ലോഹങ്ങളെ കുറിച്ചുള്ള പഠനം. ഇനി ലോഹങ്ങളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോഹങ്ങളിൽ ചാലകത നിർണ്ണയിക്കുന്നത് എന്താണ്? ചാലകത എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി. അത് ചാലകം എന്ന് പറയുമ്പോൾ എന്തും ആവാം. താപവും ആവാം, അല്ലെങ്കിൽ വൈദ്യുതി ആവാം, എന്ത് വേണമാവാം. അപ്പോൾ ലോഹങ്ങളിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്നതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. അത് സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. ലോഹത്തിനകത്ത് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുതി കടത്തിവിടുന്നത്. അതുകൊണ്ട് എന്താണ് ലോഹചാലകത നിർണ്ണയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. ഇനി ലോഹദ്യുതി എന്ന് കേട്ടുണ്ടോ? ലോഹദ്യുതി എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോഹങ്ങളെ കട്ട് ചെയ്യുമ്പോൾ പുതിയതായിട്ട് മൂർച്ച ലോഹത്തിന്റെ അഗ്രഭാഗത്തുള്ള തിളക്കം അറിയപ്പെടുന്നതാണ് എന്ത്? ലോഹദ്യുതി. അതിന് ഇംഗ്ലീഷ് പേരാണെന്ന് തോന്നുന്നു മെറ്റാലിക് ലസ്റ്റർ. അതാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ. പുതിയതായിട്ട് മൂർച്ച ഒരു ലോഹത്തിന്റെ അഗ്രഭാഗത്തുള്ള തിളക്കം അറിയപ്പെടുന്നതാണെന്ന് തോന്നുന്നു ലോഹദ്യുതി എന്ന് പറയുന്നത്. ലോഹദ്യുതി പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു അലോഹമാണ് അയഡിൻ. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം വേറെ ഒരു അലോഹങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടി ഇല്ല. അയഡിൻ എന്ന് പറയുന്നത് മാത്രമാണ് ഈ മെറ്റാലിക് ലസ്റ്റർ അല്ലെങ്കിൽ ലോഹദ്യുതി എന്ന് പറയുന്ന ഈ ഒരു സംഭവം പ്രകടിപ്പിക്കുന്നത്. അയഡിൻ മാത്രമാണ്. ഇനി നമുക്ക് ലോഹദ്യുതി പറഞ്ഞു. അതുപോലെ തന്നെ ലോഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ലോഹങ്ങളെ അടിച്ച് പരത്തി നമുക്ക് എന്ത് ചെയ്യാം? ഷീറ്റുകളായിട്ട് മാറ്റാൻ പറ്റും. ആ പ്രത്യേകത പറയുന്ന പേരാണ് എന്തോന്നു? ഡക്റ്റിലിറ്റി. അത് മാലിയബിലിറ്റി ആണ്. ഇത് തമ്മിൽ മാറിപ്പോകാൻ നല്ല ചാൻസ് ഉള്ള സാധനം. മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും എപ്പോഴും തമ്മിൽ തിരിഞ്ഞു പോകുന്ന സാധനമാണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്തി ഷീറ്റുകളാക്കാൻ പറ്റുന്നതാണ് മാലിയബിലിറ്റി. അങ്ങനെയാണ് ഡക്റ്റിലിറ്റിയോ? നേരത്തെ തകിട്ടുകൾ നീട്ടി വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഡക്റ്റിലിറ്റി. ഇനി ഡക്റ്റിലിറ്റിയിൽ നമ്മൾ പറയും ഇതിൽ എന്താണ് മാലിയബിലിറ്റി എന്ന്? അടിച്ചു പരത്തുന്നതാണ് മാലിയബിലിറ്റി. വലിച്ചു നീട്ടി നൂലുകളാക്കാൻ പറ്റുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഡക്റ്റിലിറ്റി. ഇനി ഏറ്റവും മാല്യബിൾ ആയിട്ടുള്ള ലോഹം സ്വർണം. അത് സ്വർണ്ണമാണ്. എന്നാൽ സെക്കൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പ്ലാറ്റിനം. അത് വെള്ളിയാണ്. പ്ലാറ്റിനം അല്ലാതെ വെള്ളിയാണ്. ഏറ്റവും മാല്യബിൾ ആയിട്ടുള്ള ലോഹം സ്വർണവും, രണ്ടാമത് വെള്ളി. അത് ശരി, മാല്യബിലിറ്റി ഓക്കെ. ഇനി ഡക്റ്റിലിറ്റി ആണെങ്കിലോ? പ്ലാറ്റിനം. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഗോൾഡാണ്, സ്വർണ്ണമാണ്. ഡക്റ്റിലിറ്റിയും മാല്യബിലിറ്റിയും ഏറ്റവും കൂടുതൽ ഏതിന് തന്നെയാണ്? സ്വർണത്തിന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഡക്റ്റിലിറ്റി കൂടിയ രണ്ടാമത്തെ ലോഹം അത് ടങ്സ്റ്റൻ ആണ്. ടങ്സ്റ്റൻ ഇതിനും കേട്ടിട്ടുണ്ടോ? ഫിലമെന്റ് ബൾബിൽ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൻ. അപ്പോൾ ടങ്സ്റ്റൻ ആണ് ഡക്റ്റിലിറ്റി കൂടിയ രണ്ടാമത്തെ ലോഹം. അത് ചോദിക്കും. കാരണം ഒന്നാമത്തെ ഗോൾഡാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ രണ്ടാമത്തത് മാലിബിലിറ്റിയിലാണെങ്കിൽ രണ്ടാമത് സിൽവർ, വെള്ളി. ടങ്സ്റ്റൻ ആണ് ഏതില്? ഡക്റ്റിലിറ്റിയിൽ ടങ്സ്റ്റൻ ആണ് രണ്ടാമത്. ഇനി ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ ലോഹങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഉയർന്ന ശബ്ദത്തിന് ഒരു പേര് പറയാം. അതാണ് ലോഹത്തിന്റെ പ്രോപ്പർട്ടി. എന്തോന്ന്? സൊണോറിറ്റി. നമ്മൾ ലോഹദ്യുതി പറഞ്ഞു, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി എല്ലാം പറഞ്ഞു. അടുത്ത പ്രോപ്പർട്ടിയാണ് എന്തോന്നു? സൊണോറിറ്റി. അതായത് ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ ഈ ചിൽ സൗണ്ട് കേൾക്കില്ലേ, അതാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. അത് ലോഹങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇനി അത് കഴിഞ്ഞിട്ട്
അല്ലാതെ പൊതുവെ പറയുമ്പോഴത്തേക്കും ലോഹങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ പൊതുവെ നല്ല വൈദ്യുത ചാലകങ്ങളായിരിക്കും, പിന്നെ താപചാലകങ്ങളായിരിക്കും. അത് പൊതുവെ ലോഹങ്ങളുടെ പ്രത്യേകതയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എന്താണ്, ലോഹങ്ങളുടെ ചാലകതയ്ക്ക് കാരണം എന്താണ്? ഇലക്ട്രോൺസ്, സ്വതന്ത്ര ഇലക്ട്രോൺസ് അല്ലെ ഫ്രീ ഇലക്ട്രോൺസിന്റെ സാന്നിധ്യമാണ് ചാലകതയ്ക്ക് കാരണം. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 4 ഇതുണ്ട്, എന്തുണ്ട്, ബ്ലോക്ക്, 4 ബ്ലോക്ക് ഉണ്ട്. 4 ബ്ലോക്ക് ഉണ്ട്. 4 ബ്ലോക്കിൽ ഏതൊക്കെയാണ് 4 ബ്ലോക്ക്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അത് എന്താണ്, ഇലക്ട്രോൺ വന്ന് ചേരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തൽക്കാലം ഇപ്പോൾ അതിലോട്ടൊന്നും പോകണ്ട. നമുക്ക് അതിൽ മെയിനായിട്ട് ആവശ്യം എസ് ബ്ലോക്കിനെ കുറിച്ചാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. എസ് ബ്ലോക്കിലാണ് 2 ഗ്രൂപ്പ് ഉണ്ട്. പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്. എത്ര പീരീഡ്? 7 പീരീഡ്. 7 പീരീഡും 18 ഗ്രൂപ്പുകളുണ്ട്. ബ്ലോക്കല്ല, ഗ്രൂപ്പാണ്, ഗ്രൂപ്പും ഉണ്ട്. 18 ഗ്രൂപ്പും 7 പീരീഡും ഉണ്ട്. അപ്പോൾ ഈ 7 പീരീഡിലും 18 ഗ്രൂപ്പിലുമായിട്ടാണ് നമ്മൾ എലമെന്റ്സിനെല്ലാം അറേഞ്ച് വെച്ചിരിക്കുന്നത്. അതിൽ പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ ലോഹ സ്വഭാവം കുറഞ്ഞു വരും. അപ്പോൾ ഇടത്തെ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലോഹ സ്വഭാവം കൂടുതലുള്ള ആൾക്കാരെ കാണാം. അവിടെയാണ് എസ് ബ്ലോക്ക് പറഞ്ഞത്. എസ് ബ്ലോക്കിലുള്ള മെയിൻ ആൾക്കാരാണ് ആര്? നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്. ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് എന്നാണ് അതിൻ്റെ പേര്, ആൽക്കലി ലോഹങ്ങൾ. അടുത്തത് ആൽക്കലി എർത്ത് മെറ്റൽസ്. ഓക്കെ, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും. അപ്പം ഈ പീരിയോഡിക് ടേബിളിൻ്റെ ഇടത്തെ അറ്റത്തുള്ളവർ ശക്തി കൂടിയ ലോഹങ്ങളാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും? ലോഹങ്ങളുടെ സ്വഭാവം കുറഞ്ഞു വരും. അപ്പോൾ വലത്തെ അറ്റത്തുള്ളതെല്ലാം ശക്തി കൂടിയ അലോഹങ്ങളാണ്, വലത്തെ അറ്റത്ത്. ഇടത്തെ അറ്റത്ത് ലോഹങ്ങളാണ്. അപ്പോൾ ലോഹങ്ങളുടെ സ്വഭാവം കുറഞ്ഞ് വലത്തെ അറ്റത്ത് അലോഹങ്ങളായിട്ട് വരും. ഇതിൻ്റെ ഇടയ്ക്കുള്ളത് മെറ്റലോയിഡ്സ് എന്ന് പറയും. അത് നമുക്ക് തൽക്കാലം അതോടെ നിൽക്കുന്നത്. നമുക്കിപ്പോൾ മെയിൻ ആവശ്യം എസ് ബ്ലോക്ക്. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നതാണ് ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി ആൽക്കലി മെറ്റൽസിനെ കുറിച്ച് പഠിക്കാം. ആദ്യം ഏതൊക്കെയാണ് ആൽക്കലി മെറ്റൽസ് ഉള്ളതിന് ഓർഡറിൽ പഠിക്കണം, എളുപ്പമാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സ് അത്രയും പഠിച്ചു. 7 പീരീഡ് ഉണ്ടെന്ന് 7 എലമെന്റ്സ് അല്ല, സോറി 6 ഉള്ളൂ. നമുക്ക് തൽക്കാലം അത്ര മതി. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സിനെ കുറിച്ച് പഠിക്കണം, അതുണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കണം. അപ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് കഴിയും. ഓക്കെ, ഇനി ഇതിൽ ആദ്യത്തെ ഏതാണ്? ലിഥിയം. നമ്മൾ ഹൈഡ്രജൻ എവിടെയാണ് ഇരിക്കുന്നത് അറിയാമോ? ഹൈഡ്രജൻ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് അല്ലേ? ഹൈഡ്രജൻ ആണ് ഫസ്റ്റ് എലമെന്റ് എന്ന് പറയും. ഈ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ഏറ്റവും മണ്ടയ്ക്കാണുള്ളത്. നമ്മൾ ഹൈഡ്രജനെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെടുത്തും? ഇല്ല. ഹൈഡ്രജൻ സെപ്പറേറ്റ് ആണ്. ഹൈഡ്രജനെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. ഹൈഡ്രജൻ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ലോഹങ്ങളുടെ അലോഹങ്ങളുടെ സ്വഭാവം കാണിക്കുന്നത്. ഒരു സെപ്പറേറ്റ് ഒരു വേറൊരു പൊസിഷൻ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ ഹൈഡ്രജൻ. ഹൈഡ്രജൻ ശരിക്കും പറഞ്ഞാൽ അവിടെ എങ്ങും ശരിക്കും ഒരു കറക്റ്റ് പൊസിഷൻ ഇല്ല, ഒരു അറ്റത്ത് ഇരുത്തിയിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഹൈഡ്രജൻ അങ്ങനെ ലോഹങ്ങൾ അലോഹങ്ങളുടെ സ്വഭാവം അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന വേറെ ലോഹങ്ങൾ അലോ സ്വഭാവമല്ല എന്ന് വെച്ചാൽ ഇതില്ല, കറക്റ്റ് ആയിട്ടൊരു പ്ലേസ് ഹൈഡ്രജൻ ഇല്ല. നമ്മളിപ്പം ഞാൻ പറഞ്ഞുതരാം. 17ാമത്തെ ഗ്രൂപ്പ് എടുത്തു. ഇപ്പം 17ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ ക്ലോറിനും അവരൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ഹാലജൻ ഗ്രൂപ്പാണ്. ഹാലജൻ ഫാമിലിക്കകത്താണെങ്കിൽ അവർക്ക് ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സെല്ല് കംപ്ലീറ്റ് ആവും. അങ്ങനത്തെ ആൾക്കാർ 17ാമത്തെ ഗ്രൂപ്പിലുണ്ട്. ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് കംപ്ലീറ്റ് ആവും. 1 ആണ്. രണ്ടാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് സെല്ല് കംപ്ലീറ്റ് ആവും. അതാണ് ഹൈഡ്രജൻ്റെ പ്രത്യേകത. അപ്പോൾ ഹൈഡ്രജൻ എവിടെ വരും? 17ാമത്തേൽ വരാം. ഇനി ആദ്യത്തേത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇലക്ട്രോൺ പോയിക്കഴിഞ്ഞാൽ അവരുടെ ഇത് പോകും, അല്ലേ, കംപ്ലീറ്റ് ആവും. അതായത് സോഡിയത്തിനാണെങ്കിൽ 11 ആണ്, 2, 8, 1 എന്നുള്ള രീതി വരും. അപ്പോൾ ഒരെണ്ണം കളഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ആ രീതിയിലാണ് നിൽക്കുന്നത്. അതാണ് മെറ്റൽസ്. അതായത് ഇലക്ട്രോൺ കൊടുക്കുന്നവരാണ് മെറ്റൽസ് കേട്ടോ, അത് പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും 2 ഇതിലും പെടാം. അപ്പോൾ അവിടെ ഇരുത്തൂല, ഇവിടെ ഇരുത്തൂല, ഒരിടത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഹൈഡ്രജൻ്റെ പൊസിഷൻ. ഹൈഡ്രജൻ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ മുകളിലാണ് ഇരിക്കുന്നതെങ്കിലും ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? മെറ്റൽസ്: ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം.
കിട്ടി. ലിഥിയത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഹൈഡ്രജൻ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഹൈഡ്രജൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത്. അപ്പം ലിഥിയമാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3. അറ്റോമിക് നമ്പർ 3 ലിഥിയത്തെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാവും. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയമാണ്. നമ്മുടെ ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ഏതാണ്? ലിഥിയം. നമുക്കറിയാം ആദ്യത്തേത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലേ? രണ്ടാമത്തെ എലമെന്റ് ഏതാണ്? ഹീലിയം. ഹീലിയം എന്ന് പറഞ്ഞാൽ എവിടെ വരും? വലത്തെ അറ്റത്താണ് ഇരിക്കുന്നത് പീരിയോഡിക് ടേബിളിൽ. അത് ലോഹമാണോ? അലോഹമാണ്. കാരണം അത് പീരിയോഡിക് ടേബിളിന്റെ വലത്തെ അറ്റത്താണ് വരുന്നത്. ഇനി നമ്മുടെ ലിഥിയം എടുത്തു കഴിഞ്ഞാൽ അതാണ് ആദ്യം വരുന്ന ലോഹം. അപ്പം ഏറ്റവും ചെറുതായതുകൊണ്ടും അതിന് നമ്മൾ പൊതുവെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ലിഥിയമാണ്. ചെറുതായത് കൊണ്ട് മാത്രമല്ല, പിന്നെ ഭാരം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഭാരം ഏറ്റവും കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ ലോഹം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളതും ആർക്കാണ്? ലിഥിയത്തിനാണ്. ലിഥിയത്തിന്റെ നമ്മൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ നമ്മുടെ ആറ്റത്തിന്റെ നടുക്ക് എന്തോന്നുണ്ട്? ന്യൂക്ലിയസ് ആണ് ഇലക്ട്രോൺസിനെ ചുറ്റും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പം ന്യൂക്ലിയസിന്റെ ബലം എത്ര കുറവാണോ അതനുസരിച്ച് ഈ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. നമ്മൾ ബാക്കി ലോഹങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ആകെ 2 ഷെല്ലുള്ളൂ. ആദ്യത്തേൽ 2 എണ്ണവും മൂന്നാമത്തേൽ 1 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ ന്യൂക്ലിയസ് ആയിരിക്കും അകത്തുള്ളത് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ ഒരു ന്യൂക്ലിയസിന് ഈ മൂന്നാമത്തേനോട്ടുള്ള സാധനം വിട്ടുകളയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതായത് അത്രയും പവറേ അതിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ലിഥിയം. അതാണ് ലിഥിയത്തിൽ. അപ്പോൾ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോകം, ഭാരം ഏറ്റവും കുറഞ്ഞ ലോകം, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ്. കുറഞ്ഞല്ല, കൂടിയതാണ്. ഇനി ക്രിയാശീലത കൂടിയ ലോഹം, അത് ക്രിയാശീലത കൂടിയ മൂലകം എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ എന്താണ്? റിയാക്ടിവിറ്റി. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് മാറുന്നതിൻ്റെ റിയാക്ഷൻ. അങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പം റിയാക്ഷൻ നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആറ്റത്തിൻ്റെ ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്, അല്ലേ? അപ്പം ഈ ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ നടത്തുമെന്ന് പറയുമ്പോഴത്തേക്കും ക്രിയാശീലത കൂടിയ മൂലകമാണ് ലിഥിയം. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയുണ്ട്, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലുണ്ടാകും. അതായത് ഈ രണ്ടാമത്തെ ഷെല്ലുള്ള മൂന്നാമത്തെ ഇലക്ട്രോൺ ഇല്ലേ, ആ ഇലക്ട്രോണിനെ എത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കും. അതായത് ആർക്കെങ്കിലും ഒരു ഇലക്ട്രോൺ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വാരിക്കോരി കൊടുക്കും. അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി അത്രയും കൂടുതലാണിത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? റിയാക്ടിവിറ്റിയും കൂടുതലാണ്. ക്രിയാശീലത ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ലിഥിയമാണ്. ഇനി ഏറ്റവും മൃദുവായാലോ? അതും മൃദുവാവണതും ഈ അങ്ങനത്തെ പോയിന്റ്സ് എല്ലാം നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഭാരം കുറഞ്ഞത്, സാന്ദ്രത കുറഞ്ഞത്, മൃദുവായതും ഏത് തന്നെയാണ്? ലിഥിയം തന്നെയാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതൽ, ക്രിയാശീലതയും കൂടുതൽ. ഇനി മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോകമാണ് ഏത്? ലിഥിയം. ലിഥിയത്തിന്റെ പ്രത്യേകതയാണ് മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. ഇനി ഇതിന്റെ ഉപയോഗങ്ങൾ പഠിക്കണം. നമ്മൾ ലിഥിയം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള എവിടെയായിരിക്കും? ബാറ്ററികളിലാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ ലിഥിയം അയോൺ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എൻജിൻ കവർ, എൻജിൻ പാർട്സ്, പിന്നെ വിമാനത്തിൻ്റെ പാർട്സ്, ഇവിടെയൊക്കെയാണ് ലിഥിയം ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ബാറ്ററികളിൽ. ലിഥിയം അയോൺസ് ഉപയോഗിച്ചാണ് ബാറ്ററികളിൽ നിർമ്മിക്കുന്നത്. പിന്നെ എൻജിൻ പാർട്സ്, എൻജിൻ്റെ കവർ, വിമാനങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇതിനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലിഥിയം ഉപയോഗിക്കുന്നത്. അതാണ് ലിഥിയത്തിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നിർമ്മിക്കാൻ, അതായത് നമ്മുടെ ലിഥിയം നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞില്ലേ വിമാന ഭാഗങ്ങളിൽ, അത് ഡയറക്റ്റ് ലിഥിയമായിട്ടല്ല ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് വൈറ്റ് മെറ്റൽ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ലിഥിയവും ലെഡും കൂടെ ചേർന്ന ഒരു ലോഹ സങ്കരമാണ് വൈറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. എന്താണ്? ലിഥിയവും ലെഡും ചേർന്ന ലോഹ സങ്കരമാണ് ഈ വൈറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. ഈ വൈറ്റ് മെറ്റൽ ഉപയോഗിച്ചാണ് നമ്മൾ പറഞ്ഞ വിമാനത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിഥിയത്തിന്റെ ഉപയോഗം ചോദിച്ചാൽ ഡയറക്റ്റ് നമുക്ക് എന്ത് പറയാം? വിമാന ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന പറയാം. അത് ഏത് രൂപത്തിലാണ്? വൈറ്റ് മെറ്റൽ എന്നുള്ള രീതി. വൈറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ലിഥിയവും ലെഡും ചേർന്നിട്ടുള്ള ലോഹ സങ്കരമാണ് വൈറ്റ് മെറ്റൽ. ഇനി വൈറ്റ് മെറ്റൽ പറഞ്ഞ സ്ഥിതിക്ക് വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഒന്നാണ് പ്ലാറ്റിനം ആണ്. വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത്. വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്. ഇനി നമ്മുടെ കാർഷിക മേഖലയിൽ വൈറ്റ് ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ?
വെളുത്ത സ്വർണം കശുവണ്ടിയാണ്. കശുവണ്ടിയാണ് വെളുത്ത സ്വർണം. കറുത്ത സ്വർണം കുരുമുളകാണ്. അപ്പോൾ വെളുത്ത സ്വർണം കശുവണ്ടിയും കറുത്ത സ്വർണം കുരുമുളക്. നമുക്ക് അതവിടെ നിൽക്കട്ടെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൽ വൈറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ലിഥിയത്തിന്റെയും ലെഡിന്റെയും സങ്കരമാണ്. വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി സോഡിയത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോഡിയം പറയുമ്പോഴത്തേക്കും ആദ്യം പഠിക്കാനുള്ളത് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇത് 4 കണ്ടുപിടിച്ച ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ഹംഫ്രി ഡേവി. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇത് കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവിയാണ്. ഹംഫ്രി ഡേവിയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതെല്ലാം കണ്ടുപിടിച്ചത്. ഇനി ഹംഫ്രി ഡേവിക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സിമ്പിളാണ്. ആദ്യമായിട്ട് വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങളെ വർദ്ധിച്ച വ്യക്തി. സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ ചേർന്നിരിക്കുന്നതാണ് സംയുക്തങ്ങൾ അല്ലേ. അങ്ങനെ ഉണ്ടായിരിക്കുന്ന സംയുക്തങ്ങളിനകത്തുനിന്ന് വൈദ്യുതി ഉപയോഗിച്ച് മൂലകങ്ങളെ വേർതിരിച്ച വ്യക്തിയാണ് ആര്? ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവിയാണ് മൂലകങ്ങളിൽ നിന്നും സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങളെ വേർതിരിച്ച വ്യക്തി. ഇനി ഈ സോഡിയവും പൊട്ടാസ്യവും ഇത് രണ്ടിനെയാണ് മൃദുലോഹങ്ങളെന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ ഏറ്റവും മൃദുവായിട്ടുള്ള ലോഹം ഏതാണ്? അത് ലിഥിയമാണ്. പക്ഷെ മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യമാണ് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞ മെഴുകിൽ സൂക്ഷിക്കുന്ന ഏതാണ്? ലിഥിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതാണ് ഏത്? സോഡിയവും പൊട്ടാസ്യവും. രണ്ടും സോഡിയം പൊട്ടാസ്യവും മണ്ണെണ്ണയിലാണ്. ഇനി വെള്ളത്തിലിട്ട കത്തുന്നതെന്ന് ചോദിക്കുന്ന ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് അല്ല, വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. വെള്ളം കണ്ടാതെ അപ്പോൾ പൊട്ടിത്തെറിക്കും, അത്രയ്ക്ക് റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് വെള്ളമായിട്ട്. അപ്പോൾ സോഡിയവും പൊട്ടാസ്യം ആണെന്ന് തോന്നുന്നു. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ്. പിന്നെ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. പിന്നെ കണ്ടുപിടിച്ച ആരാണ്? ഹംഫ്രി ഡേവിയാണ്. സോഡിയം, പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം 4 കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവിയാണ്. പിന്നെ ഹംഫ്രി ഡേവിയുടെ ഒരു പോയിന്റ് പറഞ്ഞതാണ്, ആദ്യമായിട്ട് വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങളെ വേർതിരിച്ച വ്യക്തിയാണ് ഹംഫ്രി ഡേവി. ഇനി സോഡിയത്തിനെ കുറിച്ച് പറഞ്ഞ സോഡിയത്തിന്റെ സിമ്പൽ എന്നെ എന്തുകൊണ്ട് എഴുതുന്നു അറിയാമോ? അതിന്റെ ലാറ്റിൻ നാമം നാട്രിയം. നാട്രിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ഉണ്ടായതാണ് ഏത്? സോഡിയത്തിന്റെ ശരിക്കും ലാറ്റിൻ വാക്കെന്ന് പറഞ്ഞാൽ നാട്രിയം. അപ്പൊ നാട്രിയത്തിന്റെ ആദ്യത്തേതാണ് Na. അതുകൊണ്ട് സോഡിയത്തിന് Na എന്ന് സിമ്പൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. സോഡിയം Na. അറ്റോമിക് നമ്പർ 11. നമ്മൾ നേരത്തെ പറഞ്ഞാണ് 11. സംയോജത അല്ലെങ്കിൽ ബാലൻസി എന്ന് പറഞ്ഞ ഒന്നാണ്. ഒരു ആറ്റത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവാണെന്ന് തോന്നുന്നു സംയോജത അല്ലെങ്കിൽ ബാലൻസി. എത്രമാത്രം നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോണുകളുടെ കൊടുക്കലും വാങ്ങലുമാണെന്ന് തോന്നുന്നു ഈ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതെന്തിനാണ്? അവരുടെ അവസാനത്തെ സെല്ല് കംപ്ലീറ്റ് ആക്കാനാണ്. അപ്പൊ അതിന് സംയോജത എന്ന് പറയുന്നത് ഈ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ആറ്റത്തിന്റെ കഴിവിനെയാണെന്ന് പറയണം സംയോജനം എന്ന് പറയണം. ഇനി സോഡിയത്തിന്റെ നിർമ്മാണ പ്രക്രിയ എന്താണ്? അത് ഡൗൺസ് പ്രോസസ് ആണ്. ഡൗൺസ് പ്രോസസ് സോഡിയത്തിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഡൗൺസ് പ്രോസസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഡിയത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുന്ന ഏതാണ്? സോഡിയമാണ്. രക്തസമ്മർദ്ദത്തിന് കാരണമായ മൂലകം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം. ഇനി അതുപോലെ തന്നെ സോഡിയത്തിന്റെ അയിരുകൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സോഡിയം ക്ലോറൈഡും സോഡിയം നൈട്രേറ്റുമാണ്. സോഡിയം ക്ലോറൈഡും സോഡിയം നൈട്രേറ്റ്. ഇനി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ധാതുക്കൾ എന്ന് പറയുന്നത്. ധാതുക്കൾ അത് നമ്മുടെ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലുള്ള SCERT സിലബസിലുള്ളതാണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നത്. അതിൽ വ്യവസായപരമായിട്ട് ലോഹങ്ങളെ നിർമ്മിക്കാൻ സഹായിക്കുന്ന ധാതുക്കളെയാണ് അയിരുകൾ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് വ്യവസായപരമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്? അതായത് ധാതുക്കളിൽ നിന്ന് നമുക്ക് ലോഹത്തിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ അയിരെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് സോഡിയം ക്ലോറൈഡും സോഡിയം നൈട്രേറ്റ്. ഓക്കെ, ഇനി ഇതാണ് ബേസിക്കായിട്ട് സോഡിയത്തിനെ കുറിച്ച് പറയാനുള്ളത്.